നമസ്കാരം. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂലൈ 13 മുതൽ 19 വരെയുള്ള ഒരാഴ്ചക്കാലത്തെ 27 നക്ഷത്രക്കാരുടെയും ശുഭാശുഭ ഫല സൂചനകളും പരിഹാര നിർദ്ദേശങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിഹാര നിർദ്ദേശങ്ങൾ എല്ലാ എപ്പിസോഡിലും പറയാറുള്ളതുപോലെ ഭാരതീയ ആചാരപ്രകാരമുള്ള പരിഹാര നിർദ്ദേശങ്ങളാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. ഭാരതീയ ജ്യോതിഷം വെസ്റ്റേൺ അസ്ട്രോളജിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ ഗ്രഹങ്ങളെ ഗ്രഹദേവതമാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു പ്രവചന സ്വഭാവത്തെക്കാൾ ഉപരി, അതായത് നമ്മൾ ജ്യോതിഷം ഇവിടെ പറയുമ്പോൾ വാരഫലം എന്ന് പറയുമ്പോൾ പ്രവചന സ്വഭാവത്തെക്കാൾ ഉപരി സൂചനകളാണ്. ആ സൂചനകൾ നമുക്ക് പ്രാർത്ഥന കൊണ്ട് അനുകൂലമായിട്ടുള്ള സൂചനകളിലെ തടസ്സങ്ങൾ നീക്കുവാനും അനുകൂലമല്ലാത്ത സൂചനകളിലെ പ്രയാസങ്ങൾ കുറയ്ക്കുവാനും കഴിയും എന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള കാര്യം അറിയാം. പ്രാർത്ഥന കൊണ്ട് വളരെയധികം മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുവാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ് ഭാരതീയ ജ്യോതിഷം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യവും ഓർത്തിരിക്കുക. ഇനി രാശിഫലമാണ്. ആദ്യമായി മേടം രാശി. അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം. യാത്രകൾ കൂടുതൽ ആകുന്ന ഒരു വാരമാണ് എന്നുള്ളതാണ്. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. പഴയ കൂട്ടുകാരെയൊക്കെ കണ്ടുമുട്ടുവാനുള്ള യോഗവും ചില ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. അധിക പണച്ചെലവ് വരുന്ന ഒരു വാരമാണെങ്കിൽ തന്നെയും അതുകൊണ്ട് മനസ്സിന് സന്തോഷം ഏറുന്നതായിട്ടാണ് കാണുന്നത്. ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കാം. വേണ്ടപ്പെട്ടവർക്ക് പ്രസൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനമൊക്കെ നൽകുവാൻ വേണ്ടിയിട്ടും ചാരിറ്റി പ്രവർത്തനങ്ങൾ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾക്ക് പണം ചെലവാക്കുന്ന ഒരു വാരമാണെന്ന് പ്രത്യേകിച്ചറിയുക. ജോലി അന്വേഷിക്കുന്നവർക്ക് തരക്കേടില്ലാത്ത ജോലി തന്നെ വന്നു ചേരും. പുതിയ ജോലിക്കുള്ള ഓഫേഴ്സ് വന്നു ചേരുവാനും ക്വാളിഫൈഡ് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിന് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലേസ്മെൻറ്റ്, പ്രൊമോഷൻ, അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫറിൻ്റെ സൂചനകൾ ഇതൊക്കെ വരാനുള്ള ഒരു ഭാഗ്യമുണ്ട്. എന്നാൽ പഠനകാര്യങ്ങളിൽ അല്പം ഒരു അലസത വിദ്യാർത്ഥികൾക്ക് വരാം എന്നുള്ളതുകൊണ്ട് പഠനകാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിക്കുക. കൂട്ടുകെട്ടുകൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. വൈകാരികമായിട്ടുള്ള ടെൻഷൻസ് കാണുന്നുണ്ട്. വലത് കണ്ണുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ പ്രയാസങ്ങളുടെ സൂചനയും ഈ വാരം കാണുന്നു. പുറത്തുനിന്നുള്ള ആഹാരം കുറയ്ക്കുക, കാരണം ഡൈജസ്റ്റീവായിട്ടുള്ള പ്രോബ്ലംസ് വരുന്ന ഒരു വാരമാണെന്ന് പറയുക. പ്രായമായവർക്ക് സന്തോഷകരമായിട്ടുള്ള 4-ാം വ്യാഴവട്ടം കഴിഞ്ഞവർക്ക് 48 വയസ്സ് കഴിഞ്ഞവർക്ക് സന്തോഷകരമായിട്ടുള്ള ചില അനുഭവങ്ങളോ കൂടുതൽ പണം ലഭിക്കുവാനുള്ള ഭാഗ്യമോ ഈ വാരം കാണുന്നു. എന്നാൽ പഴയ കടം ബാധ്യത ഇവയൊക്കെ ഉള്ളവർക്ക് മഹാലക്ഷ്മി പ്രീതി അത്യാവശ്യമാണ്. വെള്ളിയാഴ്ച ദേവീക്ഷേത്ര ദർശനം നടത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ വാരമുള്ള എല്ലാ തടസ്സങ്ങളും നീക്കുവാനായിട്ട് ഓം ഹ്രീം നമ ശിവായ, ഓം ഹ്രീം നമ ശിവായ എന്നുള്ള മന്ത്രം ആവർത്തിച്ച് ജപിക്കുക. 18 പ്രാവശ്യം രാവിലെയും വൈകുന്നേരവും. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങുമെന്ന് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിച്ചിരുന്ന ചില കാര്യങ്ങളിലെ തടസ്സങ്ങളും ഈ ജപം കൊണ്ട് മാറിക്കിട്ടും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. ഇടവം രാശി. കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യത്തെ പകുതി ഭാഗം. പല മാറ്റങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങുന്ന ഒരു വാരമാണ്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പ്രയാസങ്ങൾ, ടെൻഷൻ, അകാരണമായിട്ടുള്ള ഒരു ഭയം, ഉറക്കത്തിന് പ്രയാസങ്ങൾ, ഇതിലൊക്കെ മാറ്റം കണ്ടു തുടങ്ങുന്ന, മാറ്റം വരുന്നുള്ളതല്ല, മാറ്റം കണ്ടു തുടങ്ങുന്ന ഒരു വാരം ആരംഭിക്കുകയാണ് എന്നുള്ള കാര്യം അറിയാം. ചിട്ടി മുതലായ കാര്യങ്ങളിൽ നിന്ന് നേട്ടം വരാം. വേണ്ടപ്പെട്ടവരുടെ സഹായം വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. ഓഫീസിലുണ്ടായിരുന്ന ശത്രുതയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കുറയുവാനുള്ള സാധ്യതയും ഏറെയാണ് എന്നുള്ള കാര്യം അറിയാം. വിദ്യാർത്ഥികൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ വിജയിക്കുവാനുള്ള ഭാഗ്യം കാണുന്നു. അതുകൊണ്ട് തന്നെ ഒരു കോൺസെൻട്രേറ്റഡ് എഫേർട്ട് അത്യാവശ്യമാണ് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസവും പ്രയാസങ്ങളും അകൽച്ചയും ഒക്കെ കുറയ്ക്കുവാൻ കഴിയുന്ന ഒരു വാരം കൂടിയാണ് എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയാം. പഴയ കടമൊക്കെ ഉണ്ടെങ്കിൽ അതും കുറയ്ക്കുവാൻ ഉള്ളൊരു ആത്മവിശ്വാസമെങ്കിലും വന്നു ചേരുന്ന
ഒരു വാരമാണ്. അതായത് കുറച്ച് പണമൊക്കെ ലഭിക്കാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ ആഡംബരങ്ങളിൽ ഒരു നിയന്ത്രണം പാലിക്കണം. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള യോഗമുണ്ട്. ഈ രാശിയിൽ ജനിച്ചവരുടെ കുട്ടികൾക്ക് ചില നേട്ടങ്ങളും ഈ വാരം പ്രതീക്ഷിക്കാം. പൊതുവെയുള്ള തടസ്സങ്ങൾ നീക്കുവാനായി അനുകൂലമായിട്ടുള്ള ഫലങ്ങളുടെ ആരംഭത്തിൽ തടസ്സങ്ങൾ നീക്കേണ്ടത് അത്യാവശ്യമാണ്. അടുത്ത മഹാക്ഷേത്രത്തിലെ ഗണപതിയെ ദിവസവും വണങ്ങുക. തിങ്കളാഴ്ചകളിൽ ഒരു നാളികേരം ഭഗവാന് നിവേദിക്കുക. എല്ലാ തടസ്സങ്ങളും നീങ്ങി കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കുക. മിഥുനം രാശി മകയിര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യത്തെ മുക്കാൽ ഭാഗം. പണച്ചെലവ് വരാം. വാഹനത്തിനും ഗൃഹത്തിനും റിപ്പയർ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ്. ഒരുപക്ഷെ നമ്മൾ അല്പം കരുതി വച്ചിരുന്ന പണം അവിചാരിതമായി ചിലവഴിക്കേണ്ട ചില സാഹചര്യങ്ങൾ വരാം എന്നുള്ളതാണ്. ഈ ഗോൾഡ് ലോണൊക്കെ എടുക്കേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ലോൺ എടുക്കേണ്ട സാഹചര്യങ്ങളും വരുവാനുള്ള സാധ്യതയുണ്ട്. വാഹനം റൈഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ തട്ടോ അങ്ങനെ മുട്ടോ ഒക്കെ വരാം. ആരോഗ്യകാര്യങ്ങളിലും ശരീരത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം. 5 വ്യാഴവട്ടം കടന്ന ഒരു 60 വയസ്സിന് മുകളിലുള്ളവർ രാത്രികാല സഞ്ചാരമൊക്കെ ഒന്ന് കുറച്ചുള്ളൂ. ഇരുചക്ര വാഹനം അവർ കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും ഏറെ നല്ലത്. ജോയിൻസിനൊക്കെ ചെറിയ പെയിനും പ്രയാസങ്ങളും ഈ പ്രായത്തിലുള്ളവർക്ക് കാണുന്നുണ്ട്. വീട്ടമ്മമാർക്ക് ചില നേട്ടങ്ങൾ ഈ വാരം പ്രതീക്ഷിക്കാം. അവർക്ക് ചില ഹോം അപ്ലയൻസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രസ്സോ ഒക്കെ സമ്മാനമായി ലഭിക്കുവാനോ ഒക്കെയുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം. മനസ്സിന് സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള ചില പരിചയം പുതുക്കുക, പഴയ കൂട്ടുകാരെ കണ്ടുമുട്ടുക, ഇതിനൊക്കെയുള്ള ഒരു ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം പ്രത്യേകിച്ചറിയുക. തടസ്സങ്ങളും പ്രയാസങ്ങളും നീക്കി കുടുംബത്തിന് ഐശ്വര്യം ലഭിക്കുവാനായി ശ്രീകൃഷ്ണ പ്രീതി വരുത്തുക. ദിവസവും ശ്രീകൃഷ്ണ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ച് മുന്നോട്ട് പോവുക. ജീവിതത്തിൽ വിജയം ഉറപ്പാണ് എന്നുള്ള കാര്യം അറിയുക. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനവും ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ നൽകും. സന്തോഷമായിരിക്കുക. കർക്കിടകം രാശി പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം ആയില്യം. പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, ഒരു സ്റ്റാഗ്നേറ്റഡ് ഫീലിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല, അതൊക്കെ അങ്ങോട്ട് മാറുന്ന ഒരു വാരമാണ്. പെട്ടെന്ന് ചില മാറ്റങ്ങൾ ദൃശ്യമാകും എന്നുള്ളതാണ്. പലപ്പോഴും 12 വ്യാഴനൊക്കെ ആണെങ്കിൽ പോലും ഈ രാശിക്കാർക്ക് അനുകൂലമായിട്ടുള്ള ഭാവം വന്നു തുടങ്ങുന്ന ഒരു സമയമാണ്. വസ്തു വിൽപ്പനയ്ക്കായിട്ട് ശ്രമിക്കാവുന്നതാണ്. അതിനൊക്കെ അനുകൂല ഭാവം കാണുന്നുണ്ട്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് വാങ്ങുക, വസ്തു വാങ്ങുക, പുതിയ വാസസ്ഥാനമുണ്ടാകുക, താമസം മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള യോഗവും ഈ വാരം കാണുന്നു. പരീക്ഷകളിൽ ജയിക്കുവാനുള്ള ഭാഗ്യം വിദ്യാർത്ഥികൾക്കുണ്ട്. എന്നാൽ കൂട്ടുകെട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവെ ശനിയുടെ ഒരു സ്ഥിതിയൊക്കെ അനുസരിച്ചിട്ട്, ചൊവ്വയുടെ സ്ഥിതിയും അനുസരിച്ച് വാക്ക് ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ വാക്കുകൾ ചിലപ്പോൾ അന്യരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പൊതുസ്ഥലത്ത് സംസാരം, അഭിപ്രായം പറയുക, ഇതൊക്കെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യം എന്നുള്ള കാര്യവും അറിഞ്ഞിരിക്കുക. വിവാഹ കാര്യങ്ങൾക്ക് തരക്കേടില്ലാത്ത സമയമാണ്. അവിചാരിതമായിട്ടുള്ളൊരു കണ്ടുമുട്ടലൊക്കെ ഉണ്ടാകും. നല്ലൊരു സൗഹൃദം ആരംഭിക്കുവാൻ ഒക്കെ ഭാഗ്യമുണ്ട്. ഒരു പക്ഷേ ചില യങ്സ്റ്റേഴ്സിന് അല്ലെങ്കിൽ ആ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് അതൊരു പ്രണയമായി വന്നു ചേരുവാനുമുള്ള യോഗം കാണുന്നു. ഈ രാശിയിലെ പൂയം നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ കാലമായിട്ട് ഇങ്ങനെ പണച്ചെലവ് തന്നെയാണ്. അപ്പോൾ അധിക വരുമാനം ഉണ്ടായാലും അതുകൊണ്ട് എന്താ ഇപ്പോൾ പ്രയോജനം, എൻ്റെ ബാധ്യതയൊന്നും കഴിയുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്ത പൂയം നക്ഷത്രക്കാർക്കുണ്ടാകാം. അതുപോലെ തന്നെയാണ് കർക്കിടക രാശിയിലെ പുണർദം ആയില്യ നക്ഷത്രക്കാർക്കും ഏതാണ്ട് ഇതുപോലെ തന്നെയുള്ള അനുഭവങ്ങൾ വരാം. അത് വലിയ ബാധ്യതയുള്ളവർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വരുന്നത്. ഈ പ്രയാസങ്ങൾ നീക്കുവാനായി കനകധാര സ്തോത്രം ജപിച്ചോളൂ. അംഗം ഹരേ പുളകഭൂഷണമാശ്രയന്തി ഭൃംഗാംഗനേവ മുകുളാഭരണം തമാലം എന്നുള്ള ഈ സ്തോത്രം ജപിക്കുക. കനകധാര സ്തോത്രം എന്നാണ് പറയുന്നത്. നമ്മുടെ എല്ലാ സാമ്പത്തിക പ്രയാസങ്ങളും മാറ്റുവാൻ ശക്തിയുള്ള സ്തോത്രമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞുകൊള്ളുക. കുടുംബത്തിന് അതുകൊണ്ട് തന്നെ സന്തോഷവും സമാധാനവും ലഭിക്കും എന്നുള്ളതിലും സംശയം വേണ്ട. ചിങ്ങം രാശി മകം പൂരം ഉത്രമാദ്യത്തെ കാൽഭാഗം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക.
ഡ്രൈവിങ്ങും റൈഡിങ്ങും ശ്രദ്ധിക്കുക. ചെറിയ മുറിവ്, അലർജി കണ്ടീഷൻസ്, സ്കിൻ ട്രബിൾസ് ഇതൊക്കെ വരാനുള്ള സാധ്യത ഏറെയാണ്. പുറത്തുനിന്നുള്ള ആഹാരം ഈ 5-ാം വ്യാഴവട്ടം കഴിഞ്ഞ ഒരു 60 വയസ്സ് കഴിഞ്ഞവർ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഈ ഫുഡ് പോയ്സണിങ്ങോ അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ടുള്ള അലർജിയോ ഒക്കെ വരാം എന്നുള്ള ഒരു സൂചനയുണ്ട്. അതുപോലെ ഇൻറ്റസ്റ്റൈനലായിട്ടും വയറിന് ഈ ഗ്യാസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ആയിട്ടുള്ള ചില ടെൻഷൻസും പ്രോബ്ലംസും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കക്കുറവ്, ശയനസുഖക്കുറവെന്നാണ് പറയുന്നത്. അതുകൊണ്ടുള്ള ടെൻഷൻ, ഇറിറ്റബിലിറ്റി, പെട്ടെന്ന് കോപം വരിക, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരാം. വേണ്ടപ്പെട്ടവരുമായിട്ട് അകലുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊണ്ട് സംസാരിക്കുക. ഓഫീസിലും അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അവിചാരിതമായിട്ട് പ്രയാസങ്ങൾ പെട്ടെന്ന് വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊളീഗ്സുമായിട്ട് അല്ലെങ്കിൽ സുപ്പീരിയർ ഒഫീഷ്യൽസുമായിട്ട് ചില അകൽച്ചയോ വാക്കുകൊണ്ടുള്ള ചെറിയ പ്രയാസങ്ങളോ ഒക്കെ വരാം എന്നുള്ളതുകൊണ്ട് വാക്ക് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനെന്താ ചെയ്യേണ്ടത്? സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ എന്നുള്ള ശ്ലോകം 9 പ്രാവശ്യം ജപിച്ചോളൂ, രാവിലെയും വൈകുന്നേരവും. അപ്പോൾ ഔചിത്യത്തോടുകൂടി സംസാരിക്കുവാനും, പ്രത്യേകിച്ച് ഇൻ്റർവ്യൂസിനൊക്കെ പോകുന്നവർ, ഓൺലൈൻ ഇൻ്റർവ്യൂവിലും ഒക്കെ വരുന്നവർക്ക് അവരുടെ വാക്കുകൾക്ക് ശക്തി പകരുവാനായിട്ട് ഈ ജപം ഉപകരിക്കുമെന്ന് മാത്രമല്ല, കേൾക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായങ്ങൾ അംഗീകരിക്കുവാനുള്ളൊരു ടെൻഡൻസിയും വന്നു ചേരുമെന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. ഭദ്രകാളി ക്ഷേത്ര ദർശനം കൂടി നടത്തുന്നതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും നീങ്ങി മനസ്സിന് സമാധാനം വരുന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. കന്നിരാശി ഉത്രം അവസാനത്തെ 3/4 ഭാഗം, അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. പൊതുവെ കാര്യങ്ങളിലൊരു തടസ്സം വരുന്നില്ലേ എന്നുള്ള തോന്നലുണ്ടാകാം. ഉദ്ദേശിക്കുന്ന സമയത്ത് പണം വരുന്നതിൻ്റെ ഒരു സൂചന ലഭിക്കുമെങ്കിലും അതിൽ പിന്നീട് കാലതാമസം ഉണ്ടാകാം. ഒരു ബില്ല് മാറി കിട്ടാനായിട്ടും ചില തടസ്സങ്ങൾ അവിചാരിതമായിട്ട് വരുന്നതായി അനുഭവപ്പെടാം. വാഹനത്തിന് ചെറിയ പ്രയാസങ്ങളുടെ സൂചനയുണ്ട്. റിപ്പയർ വർക്കൊക്കെ അവിചാരിതമായിട്ട് വരാം. യാത്രയിൽ തന്നെ ചെറിയ തടസ്സങ്ങളോ അധിക പണച്ചെലവോ ശാരീരികമായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകളോ ഒക്കെ വരുവാനുള്ള സാധ്യതയും ഈ വാരം കാണുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ ചില തടസ്സങ്ങളുടെ സൂചന വരുന്നതുകൊണ്ട് അത് മുൻകൂട്ടി കണ്ടു വേണം ഇറങ്ങുവാൻ. അതായത് നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ വളരെ നേരത്തെ എത്തിക്കൊള്ളുക. അവിചാരിതമായിട്ട് കാര്യങ്ങൾ വൈകുന്നത് കൊണ്ട് നമുക്ക് പലതും നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുമൊക്കെയുള്ള വാരമാണ്. വിലപിടിപ്പുള്ള വസ്തുക്കളും നഷ്ടപ്പെടാം എന്നുള്ളതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഓഫീസിലും അതുപോലെ തന്നെയാണ്. ഡെലിഗേറ്റ് ചെയ്യുക, പവർ ഡെലിഗേറ്റ് ചെയ്യുക, മറ്റൊരാളെ ഏൽപ്പിക്കുക കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അതുകൊണ്ട് പിന്നീട് നിയമപരമായിട്ടുള്ള പ്രയാസങ്ങൾ വരാം എന്നുള്ളതുകൊണ്ട് അക്കാര്യത്തിലും അങ്ങേയറ്റം ഒരു നിയന്ത്രണം വേണം. ഡെലിഗേഷനൊക്കെ കഴിയുന്നതും കുറച്ചോളുക എന്നുള്ളതാണ്. അതുപോലെ കോൺട്രാക്റ്റൊക്കെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലാൻഡ് ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കോൺട്രാക്റ്റ് നമുക്കെതിരായിട്ട് തിരിയാനുള്ളൊരു സാധ്യതയും ഒക്കെ വരുന്ന സമയമുണ്ട്. ഒന്ന് കെയർഫുള്ളാകുക, അത്രയേ ഉള്ളൂ. ഇത് വളരെ എളുപ്പം ഈ പ്രയാസങ്ങൾ പരിഹരിക്കുവാൻ കഴിയും. ശനിപ്രീതി അത്യാവശ്യം വരുത്തുക എന്നുള്ളതാണ്. അപ്പം നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ശനിക്ക് നീരാജനം കഴിപ്പിക്കാം. ശനിയുടെ സ്തോത്രം ഭക്തിപൂർവ്വം കിഴക്ക് ദർശനമായി ജപിച്ചോളൂ. എല്ലാ പ്രയാസങ്ങളും നീങ്ങി. ഈ പറഞ്ഞ പ്രയാസങ്ങൾ നീങ്ങുന്നു മാത്രമല്ല, സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും ഇതുകൊണ്ട് വരും. നമുക്ക് പൊതുവേ ഉള്ളൊരു അംഗീകാരം ലഭിക്കുവാനും ഈ ജപം സഹായിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. തുലാം രാശി ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യത്തെ 3/4 ഭാഗം. വളരെ കാലത്തെ ഒരു കഷ്ടപ്പാടിൻ്റെ ചരിത്രമായിരുന്നു എന്നുള്ളതാണ്. ഒരു 3 വർഷമായിട്ട് ഒരുപക്ഷെ ഈ രാശിക്കാർക്ക് ഉദ്ദേശിക്കുന്ന ഒന്നും അങ്ങോട്ട് ശരിയാകുന്നുണ്ടായിരുന്നില്ല. പണച്ചെലവ്, ഒരുപക്ഷെ പുതിയ വസ്ത്രം വാങ്ങുന്നതിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ വസ്ത്രലാഭം ഈ വാരം പ്രതീക്ഷിക്കാം. ആഭരണമൊക്കെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. കഴിഞ്ഞ കാലത്ത് വസ്തുവുമൊക്കെ പ്ലഡ്ജ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ചിലർക്കെങ്കിലും വന്നിട്ടുണ്ടാകാം. അവർക്കൊക്കെ ആശ്വാസകരമായിട്ടുള്ളൊരു വാരം ആരംഭിക്കുകയാണ്. ഈ വാരം ആരംഭിക്കുമ്പോൾ ഉടനെ തന്നെ എല്ലാ ഫലങ്ങൾ വരും എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത്. അതിൻ്റെ ഒരു സൂചനകൾ ഒക്കെ ലഭിച്ചു തുടങ്ങും എന്നുള്ളതുകൊണ്ട് ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുവാനുള്ളൊരു ഇൻസ്പിറേഷൻ, പ്രചോദനവും വന്നു ചേരുമെന്നറിയാം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വാരമാണ്. വിവാഹ നിശ്ചയമൊക്കെ പ്രതീക്ഷിക്കാം. മനസ്സിന് ഇണങ്ങിയ ജീവിത പങ്കാളി വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. പ്രണയിക്കുവാനൊക്കെയുള്ളൊരു സാഹചര്യം ഒരുങ്ങും. പ്രണയം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പ്രണയം വരുന്നുള്ളതല്ല. ആ പ്രായത്തിൽ ആ മൈൻഡ് സെറ്റ് ഉള്ളവർക്ക് പ്രണയിക്കുവാനുള്ള സാഹചര്യം ഒരുങ്ങും. അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദം വന്നു ചേരുവാനുള്ള
ഭാഗ്യവുമൊക്കെ ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയുക. പുതിയ വാഹനം വാങ്ങുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. എന്തെങ്കിലും ഒരു ഗെയിൻ, ആഡംബരം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട്. വീട്ടമ്മമാർക്ക് ഹോം അപ്ലയൻസസ് ഒക്കെ ലഭിക്കുവാനും പിക്നിക്കോ ടൂറോ ഒക്കെ വരുവാനും അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷവും കുടുംബത്തിൽ ഒരു സമാധാനവും ലഭിക്കുവാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. ശ്രീ ഗണേശ അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിച്ചോളൂ. അനുകൂലമായിട്ടുള്ള ഈ ഫലങ്ങളിലെ തടസ്സങ്ങളൊക്കെ തന്നെയും നീങ്ങും എന്നുള്ളതിൽ സംശയം വേണ്ട. സന്തോഷമായിരിക്കും. വൃശ്ചികം രാശി, വിശാഖ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട. യാത്രകൾ കൊണ്ട് നേട്ടങ്ങൾ വരാം. ഹൈ കോൺടാക്ട്സ് കൊണ്ട് നേട്ടങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഹൈ കോൺടാക്ട്സ് ഉള്ളവരത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക വേണ്ട രീതിയിൽ. അതുകൊണ്ട് നമുക്കൊരു ജോലിയൊക്കെ തരപ്പെടാം, അല്ലെങ്കിൽ ജോലിയിലൊരു പ്രൊമോഷനോ അനുകൂലമായിട്ടുള്ള ട്രാൻസ്ഫേഴ്സോ തരപ്പെടാം. ബിസിനസ്സിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ അല്പം ഒന്ന് കുറയുന്നതായി അനുഭവപ്പെടും. എന്നാലും മുഴുവനും അങ്ങോട്ട് മാറിയില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാം. ശത്രുത മനോഭാവമുള്ളവരുടെ പ്രവൃത്തി മൂലം നമുക്ക് ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള സംശയങ്ങൾ മനസ്സിൽ ഉദിക്കുന്നത് കൊണ്ട് ചെറിയ ടെൻഷനും ഉറക്കക്കുറവും ഒക്കെ വരാം, ഇറിറ്റബിലിറ്റിയും വരാം, പെട്ടെന്ന് കോപം വരിക, അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയും വരുന്ന ഒരു സമയമാണെന്ന് പ്രത്യേകിച്ച് അറിയാം. മനസ്സുകൊണ്ട് പ്രയാസങ്ങൾ ചിലതൊക്കെ അനുഭവിക്കുവാനുള്ള യോഗം ഈ വാരം കാണുന്നു എന്നുള്ളതുകൊണ്ട് നാരായണീയ പാരായണം ഉത്തമമാണ്. ശ്രീകൃഷ്ണ അവതാരം ദശകം പാരായണം ചെയ്തോളൂ. മനസ്സിന് സമാധാനവും, പ്രത്യേകിച്ച് 4-5 വ്യാഴവട്ടം പൂർത്തിയാക്കിയവർക്ക് അതുകൊണ്ട് മനസ്സിന് സമാധാനവും സന്തോഷവും വന്നു ചേരും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിക്ക് മഹാലക്ഷ്മി ക്ഷേത്ര ദർശനം കൂടി വെള്ളിയാഴ്ച നടത്തിക്കോളൂ. എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും. സന്തോഷമായിരിക്കാം. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. വിവാഹകാര്യങ്ങൾക്ക് നല്ല വാരമാണ്. കുറച്ച് കാലമായിട്ട് വിവാഹം തടസ്സപ്പെട്ടിരുന്നവർക്ക്, അത് പല കാരണങ്ങൾ കൊണ്ടും തടസ്സപ്പെടാമല്ലോ. ഒന്നുകിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ്റെ പ്രയാസങ്ങളായിരിക്കാം. വലിയ എക്സ്പെക്റ്റേഷൻസൊക്കെ കാണും, അതനുസരിച്ചിട്ടുള്ള വിവാഹം വരണമെന്നില്ല. പിന്നെ ചൊവ്വാദോഷം, രാഹുദോഷം, കേതുദോഷമുള്ളവർക്കും ഇതേ പ്രയാസങ്ങൾ വരാം. അത് ചേർന്ന ഒരു ജാതകം ലഭിക്കണമല്ലോ. ഇത് ജാതകം നോക്കുന്നവരുടെ കാര്യമാണ്. ജാതകം കൊണ്ടുള്ള തടസ്സവും ആകാം, നമ്മുടെ എക്സ്പെക്റ്റേഷൻ കൊണ്ടുള്ള തടസ്സവും ആകാം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെയുള്ള തടസ്സം. അത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് കഴിഞ്ഞ കാലത്ത്. പ്രത്യേകിച്ച് ധനുരാശിക്കാർക്ക് ഇങ്ങോട്ട് ആലോചന വന്നാലും പിന്നീട് മറുപടിയൊന്നും കാണില്ല. അവർ നിർബന്ധിച്ചിട്ടായിരിക്കും ആലോചന വരുന്നത്, പക്ഷേ പിന്നീട് മറുപടിയൊന്നും കാണില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരവസ്ഥയൊക്കെ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നു. ആ അവസ്ഥയിലൊക്കെ ഒരു മാറ്റം വരും എന്ന് മാത്രമല്ല, നല്ല രീതിയിലുള്ള വിവാഹാലോചന വന്നു ചേരുവാനും വിവാഹ നിശ്ചയമൊക്കെ വന്നു ചേരുവാനുമുള്ള ഭാഗ്യമുണ്ട്. വളരെയധികം ട്രാവലൊക്കെ നടത്തുന്ന ഒരു കാലമാണ്. പിക്നിക്ക്, ടൂർസ്, കൂട്ടുകാരുമായിട്ടുള്ള പരിചയം, പുതുക്കൽ, ഇതിനൊക്കെയുള്ള ഭാഗ്യമുണ്ട്. എല്ലാവരും ഒക്കെ അസംബിൾ ചെയ്ത് ആഘോഷിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു. പുതിയൊരു ജോലി തരപ്പെടുവാനുള്ള യോഗമുണ്ട്. ബിസിനസ്സിൽ പുരോഗതി ദൃശ്യമാകും. നഷ്ടത്തിലായിരുന്ന ബിസിനസ്സിലൊക്കെ ചില അനുകൂല ഭാവങ്ങൾ കണ്ടു തുടങ്ങും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകത കൂടി ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിയുക. അതുപോലെ പുതിയ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങൾ, ലൈസൻസ്, ഇതൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യവും ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. അപ്പോൾ അനുകൂലമായിട്ടുള്ള ഫലങ്ങളിലെ തടസ്സങ്ങൾ നീക്കുക എന്നുള്ളതായിരിക്കണം ലക്ഷ്യം. എന്നതുകൊണ്ട് തന്നെ വ്യാഴപ്രീതി വരുത്തിക്കോളൂ എന്നുള്ളതാണ്. വ്യാഴാഴ്ചകളിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ വ്യാഴനെ വണങ്ങുക. വ്യാഴൻ്റെ സ്തോത്രം ഭക്തിപൂർവ്വം ജപിച്ചോളുക. വിഷ്ണു സ്തോത്രവും ജപിക്കുക. എല്ലാ തടസ്സങ്ങളും മാറും എന്ന് മാത്രമല്ല, അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ നമുക്ക് അനുഭവേദ്യമാകും എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും. അതാണ് ഈ പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, പരിഹാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. സന്തോഷമായിരിക്കും. മകരം രാശി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യത്തെ പകുതി ഭാഗം. പൊതുവേ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ വരുന്നതിൻ്റെ ഒരു സൂചനയുണ്ടാകാം. വളരെ വേണ്ടപ്പെട്ടവരുമായിട്ട് കലഹിക്കുവാനുള്ള സാധ്യതയുണ്ട്. അതായത് കോപസ്വഭാവം ഏറിയിരിക്കുന്ന ഒരു സമയമാണ്. ഒരു പ്രായം കഴിഞ്ഞവർക്ക് ഈ ആർത്രൈറ്റിസിൻ്റെയൊക്കെ വാദസംബന്ധമായിട്ടുള്ള അസുഖമുള്ളവർക്കൊക്കെ കൈകാൽ വേദന, കഴുത്തിന് വേദന, ഇതൊക്കെ വരുന്നൊരു സമയമാണ്. അപ്പോൾ സ്പോണ്ടിലോസിസിൻ്റെയൊക്കെ ഒരു തുടക്കത്തിനുള്ള ഒരു സാധ്യതയും ഒക്കെ കാണുന്നു. അതുകൊണ്ട് വിഷമിക്കേണ്ട കാര്യമൊന്നും തന്നെയില്ല. ശനിപ്രീതി വരുത്തുക എന്നുള്ളതാണ്. ശനിയാഴ്ച വ്രതം
വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിച്ചോളും. ഈ ശനി കൊണ്ടുള്ള പ്രയാസങ്ങൾ ഒക്കെ തന്നെ നീങ്ങിപ്പോകും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. അത് പ്രത്യേകിച്ച് പറയാനുള്ളൊരു കാര്യമുണ്ട്. 7.5 ശനിക്കാലത്തിൻ്റെ ഒരു പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ കാലമാണെങ്കിലും ആ ശനിപ്രീതി വരുത്തുന്നതുകൊണ്ട് ഇത്രയും കാലം അനുഭവിച്ച പ്രയാസങ്ങൾക്കൊരു ശമനം വരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നന്ദി സൂചകമായിട്ട് ശനിപ്രീതി വരുത്തുവാൻ പറഞ്ഞു. കുടുംബത്തിൽ പാർട്ടിഷനൊക്കെ നടക്കാം. മാത്രം അവിചാരിതമായിട്ട് ധനം വരുന്നതിൻ്റെ സൂചന ലഭിക്കുവാനുള്ള യോഗമുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീക്കുവാനായി ശിവക്ഷേത്ര ദർശനം കൂടിയാകാവുന്നതാണ്. അങ്ങനെ വിവാഹകാര്യങ്ങളിലുള്ള തടസ്സങ്ങളും കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യവുമൊക്കെ ഒഴിവാക്കുവാനും ഈ ശിവക്ഷേത്ര ദർശനം സഹായിക്കും. സന്തോഷമായിരിക്കും. കുംഭം രാശി അവിട്ട അവസാനത്തെ പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം. വാസസ്ഥാനം മാറുക, അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങുക, വയ്ക്കുക, അതിനുള്ള താല്പര്യം വരിക, അതിനൊക്കെ ഒരു പ്ലാനിങ് ഉണ്ടാകുക, ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ലോൺ, ക്രെഡിറ്റ് സൗകര്യങ്ങൾ, ചിട്ടി ഇവയൊക്കെ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അവിചാരിതമായി കുറേ പണം വരുന്നതുകൊണ്ട് സന്തോഷിക്കുവാൻ ഇടവരും. എന്നാൽ നമ്മൾ പണം വരുന്നതിൻ്റെ ഈ തൃപ്തി പൂജ എന്നൊക്കെ നമ്മൾ പറയും, അതിൻ്റെ തൃപ്തി ഭഗവാനെ അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അടുത്ത ക്ഷേത്രത്തിൽ പണം വരികയാണെങ്കിൽ ഒരു പായസ നിവേദ്യമൊക്കെ കഴിപ്പിച്ച് നമ്മളും കഴിച്ച് വേണ്ടപ്പെട്ടവർക്കൊക്കെ കൊടുക്കേണ്ട അത്യാവശ്യമുള്ള ഒരു കാലമാണ്. ഭഗവാന്റെ അനുഗ്രഹം, വിഷ്ണുവിൻ്റെ അനുഗ്രഹം അത്യാവശ്യം വേണ്ട ഒരു വാരമാണെന്ന് അറിഞ്ഞോളൂ. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങും. ഒഫീഷ്യലായിട്ട് നമ്മൾ പ്രൊമോഷനോ സാലറി അരിയേഴ്സോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ വിഷ്ണുപ്രീതി കൊണ്ട് ആ തടസ്സങ്ങളും പൂർണ്ണമായിട്ടും മാറും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. വിവാഹ കാര്യങ്ങൾക്കും വർഷങ്ങളായിട്ടുണ്ടായിരുന്ന തടസ്സങ്ങൾ കുറയുന്നതിൻ്റെ സൂചനയാണ് ഈ വാരം കാണുന്നത്. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വിവാഹാലോചനയും ഒക്കെ വരുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. ഈ ഫലങ്ങളിൽ തടസ്സങ്ങളൊക്കെ നീക്കുവാനായി സർപ്പപ്രീതി വരുത്തണം. കാരണം അലർജി കണ്ടീഷൻസും സ്കിൻ ട്രബിൾസും ഒക്കെ കാണുന്നുണ്ട്. ചെറിയ ദഹന സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളും വാഹനം കൊണ്ട് ചെറിയ പ്രശ്നങ്ങളും ശരീരത്തിന് മുറിവോ ഒക്കെ വരാം എന്നുള്ളത് കൊണ്ടാണ് സർപ്പപ്രീതി വരുത്തണം എന്ന് പറഞ്ഞത്. ശ്രീ നാഗരാജ ഗായത്രി ഭക്തിപൂർവ്വം ജപിക്കുക. അതുകൂടാണ്ട് നാഗക്ഷേത്രങ്ങൾ, വണ്ണാറശാല പോലെയുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക. ഈ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും ചില അൺഎക്സ്പെക്റ്റഡ് വൈകാരിക പ്രയാസങ്ങളും പൂർണ്ണമായിട്ടും നീക്കുവാനായിട്ട് ഈ പ്രാർത്ഥന കൊണ്ട് കഴിയും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കും. മീനം രാശി പുരുരുട്ടാതി അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാഹനത്തിന് വേണ്ടി പണം ചെലവാക്കേണ്ട സാഹചര്യം, ഒന്ന് മോടി പിടിപ്പിക്കുവാനുള്ള താല്പര്യം, ചില ലൈസൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റുമായിട്ടുള്ള ചില കോൺട്രാക്റ്റിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അധിക പണച്ചെലവ് വേണ്ടി വരുന്ന ഒരു സമയമാണെന്ന് പ്രത്യേകിച്ചറിയ. സെക്കൻഡ് ഹാൻഡ് വെഹിക്കിൾസൊക്കെ വാങ്ങുകയാണെങ്കിൽ തൽക്കാലം അത് വേണ്ട എന്നുള്ളതാണ്. അതുകൊണ്ട് അധികം ധനനഷ്ടം വരുവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതുകൊണ്ട് വെഹിക്കിൾ പർച്ചേസ് മറ്റൊരവസരത്തിലേക്ക് മാറ്റിവെക്കുക. അതുപോലെ തന്നെ വസ്തു വാങ്ങുന്നവരും ഒക്കെ വളരെ അഡ്വക്കേറ്റിനെ കൺസൾട്ട് ചെയ്ത് നിയമപരമായിട്ടുള്ള പ്രയാസങ്ങളില്ല എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ വസ്തു വാങ്ങാവൂ എന്നുള്ള കാര്യം അറിയുക. അയൽക്കാരെ കൊണ്ട് ചെറിയ പ്രയാസങ്ങൾ വരാം. പൊതുവെ ഓഫീസിലും ചിലർ നമ്മുടെ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നതായി അനുഭവപ്പെടാം എന്നുള്ളതാണ്. എന്നാൽ അവിചാരിതമായിട്ട് അല്പം പണം വന്നു ചേരുവാനുള്ള ഭാഗ്യം ഈ വാരം കാണുന്നു എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിയുക. ശനിയുടെ ഒരു സ്ഥിതി കൊണ്ട് ശനിയാഴ്ചകളിൽ വ്രതമെടുത്ത് ധർമ്മശാസ്ത്ര ക്ഷേത്ര ദർശനം നടത്തി അവിടെ നീരാജനം കഴിപ്പിച്ച് മുന്നോട്ട് പോവുക. ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങളും അവിചാരിതമായിട്ടുള്ള കാര്യതടസ്സവും പൂർണ്ണമായും നീങ്ങും എന്നുള്ളതിൽ സംശയമൊന്നും തന്നെ വേണ്ട. അങ്ങനെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വന്നു ചേരും. സന്തോഷമായിരിക്കും. ഇനി മെയിൽസാണ്. ഈ പ്രോഗ്രാമിലേക്ക് മെയിൽ അയക്കാം. സെലക്റ്റഡ് മെയിൽസിന് ഈ പ്രോഗ്രാമിലൂടെ ഫ്രീ റിപ്ലൈ ഈ പ്രോഗ്രാമിൽ നൽകുന്നതാണ്. വ്യക്തിപരമായിട്ട് അയച്ചു കൊടുക്കുന്നതല്ല. ഈ പ്രോഗ്രാമിൽ സെലക്റ്റഡ് മെയിൽസിന് റിപ്ലൈ നൽകുന്നതാണ്. ജനിച്ച ഡേറ്റ്, മാസം, വർഷം, സമയം, സ്ഥലം, നക്ഷത്രം ഇവ രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ഓർക്കുക. സ്വന്തം പേരും സ്ഥലം എവിടുന്ന് മെയിൽ ചെയ്യുന്ന എന്നുള്ള കാര്യവും മെയിലുണ്ടാകണം എന്നുള്ള കാര്യവും അറിഞ്ഞുകൊള്ളുക. ഇനി സെലക്റ്റഡ് മെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ആദ്യത്തെ മെയിൽ ടി നഗറിൽ നിന്നാണ്. മിസ്സസ് ശ്രീമതി സെൽവൻ.
I'm Meena Rashi, born 42 years, lost my husband 4 years back in an accident, no children. Is there any scope for a remarriage? Is it wise to remarry? എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. People say that I am a Mangalik. Basically, I am a doctor, but now doing business in the shipping industry. So you might be very rich enough, and it will be according to the Jadagam. You are really fortunate. You are really fortunate, except in certain matters. Well, that is fate. Nothing can be done about it. Anyway, you are likely to have a very happy marriage. So, Sandhati Bhavam is actually bright, so you will get a child. Though the age is not a factor here, you will get a child, no doubt about it, because that is indicated. And also you are likely to have a happy marital life. Your nakshatram is Utritadi or Uttara Bhadrapada, Meenam Rashi. So you will have a happy life, and the probable period for marriage is 2026 August to 2027 March, and during this period you are likely to get married. You will find a person. An unexpected meeting might lead to a romance, or age is not a factor again. That might lead to marriage, and you are going to have a very good marriage and happy times. So be confident and happy. What you can do is this: chant Shiva Sahasranamam every day, and you will get the results within 6 months. Be happy and confident. Miss Neenu Srivastava, Jabalpur. Miss Neenu Srivastava, Jabalpur. I'm heiress, had an affair for 7 years, did not work. I'm working with an MNC, and I'm an MTech, MBA. I'm working in the HR department. Financially, I am very sound. When am I going to get married? That is the question. And you are an Aryan, and your nakshatram is Ashwini. And the better period for marriage is 2027. You are 32, so you can prepone it by doing certain pariharam. By doing certain pariharam, you can advance it. You can prepone it. Narte akam. You can make it early. How can you make it early? Chant Shiva Parvati Stotram every day facing eastern direction. That is very important. 2 times, morning and evening. And all the obstacles will recede, and you will get a very good marriage. Very good marriage even before the period which I suggested just now. And you are going to have a happy marital life, because you are a very mature person. And so you will be able to adjust with people and make your marriage a very happy one. So be confident and happy. മൂന്നാമത്തെ മെയില് ശ്രീ നാരായണി പുനല്ലൂരിൽ നിന്നാണ്. പൂരം നക്ഷത്രത്തിലൊരു മകനുണ്ട്, മകനുണ്ട്. 41 വയസ്സായി. ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. വലിയ നഷ്ടം വന്നു. ഏതാനും ലക്ഷങ്ങൾ വസ്തു വിറ്റ് നൽകേണ്ടി വന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈഫ് പിണങ്ങിപ്പോയി. എന്താണ് മകൻ്റെ ഭാവി? പൂരം നക്ഷത്രം ചോദിച്ചിട്ടുണ്ട്. പൂരനക്ഷത്രത്തിന് കഴിഞ്ഞ 5 വർഷമായിട്ട് പൊതുവെ പ്രത്യേകിച്ച് ഈ ജാതകത്തിൽ ദശാപഹാരങ്ങളും അത്ര നല്ലതല്ല. വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ടാകും. പൊതുവെ എന്താ പറയുക, രാജകോപം എന്നൊക്കെ പറയുക, അതായത് കേസസൊക്കെ വരുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ അതിലൊക്കെ ഒരു മാറ്റം ഈ വർഷം മുതൽ പ്രതീക്ഷിക്കാം. 2025 അവസാനം മുതൽ അനുകൂലമായിട്ടുള്ള ഫലസൂചനകൾ കാണുന്നുണ്ട്. ശ്രീ മഹാലക്ഷ്മി അഷ്ടകം ദിവസവും ജപിച്ചോളൂ. വെള്ളിയാഴ്ചകളിൽ വ്രതമെടുക്കുക. ഈ 2 കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ജീവിതത്തിൽ പല മാറ്റങ്ങളും വരും എന്ന് മാത്രമല്ല, സാമ്പത്തികമായി 2026 മധ്യത്തോടുകൂടി അല്പം ഒന്ന് മെച്ചപ്പെടും. 2028 വളരെ നല്ല സ്ഥിതി എത്തും എന്നുള്ളതിൽ സംശയം ഒന്നും തന്നെ വേണ്ട. സന്തോഷമായിരിക്കുക. ശ്രീ ശാർംഗധരൻ വടകര, ചതയം നക്ഷത്രം, ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സിൽ ആയിരുന്നു. ഒരു ചെറിയ ആക്സിഡൻ്റ് ഉണ്ടായി, ഇപ്പോൾ ജോലിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചതയം നക്ഷത്രത്തിന് 7 ശനിയിലെ ജന്മശനിക്കാലമായിരുന്നു. അതാണ് എല്ലാ പ്രയാസങ്ങളും വന്ന. സാമ്പത്തികമായിട്ട് നഷ്ടം, ട്രീറ്റ്മെൻറ്റിന് ധാരാളം ക്യാഷ് പോയി, ഒരു മൈനർ ആക്സിഡൻറ്റ് വന്നു. ഇതൊക്കെ ആ കാലത്ത് വന്നതാണ്. ആ കാലം
ആ ദോഷം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഉയർച്ചയുടെ ഒരു കാലവും ആരംഭിച്ചിട്ടുണ്ട്. വരുന്ന 9 മാസത്തിനകം തന്നെ സ്വന്തമായിട്ട് ഒരു ജോലി പ്രതീക്ഷിക്കാം. എന്ന് മാത്രമല്ല ക്രമേണ സാമ്പത്തികമായിട്ട് ഉയരുവാനുമുള്ള ഭാഗ്യം ഉണ്ട്. ഏകാന്തത മാറ്റുവാനായിട്ട് നാരായണീയത്തിലെ ശ്രീരാമ അവതാര വർണ്ണനം ഭാഗം ഭക്തിപൂർവ്വം പാരായണം ചെയ്യുക. എല്ലാ പ്രയാസങ്ങളും നീങ്ങുന്നുള്ളതിൽ സംശയം വേണ്ട, സന്തോഷമായിരിക്കും. ഇന്നത്തെ ജ്യോതിഷ പ്രോഗ്രാം ഇവിടെ പൂർണ്ണമാകുകയാണ്. മെയിൽ അയക്കാം. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ബർത്ത് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും മെയിലിലും ഉണ്ടായിരിക്കണം. ഈ വാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ വാരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.